പ്ലേറ്റ് ഗിർഡേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ഹെവി ലോഡ്സ് അതുപോലെ ലോങ് സ്പാൻസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് പ്ലേറ്റ് ഗിർഡേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഏകദേശം ഇങ്ങനെയായിരിക്കും പ്ലേറ്റ് ഗിർഡേഴ്സിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് പോർഷനാണ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റിഫ്നറും അതുപോലെ ഇതെന്ന് പറയുന്നത് എൻഡ് സ്റ്റിഫ്നറുമാണ് വരുന്നത്. ഇത് ഇൻ്റർമീഡിയറ്റ് സ്റ്റിഫ്നറും അതുപോലെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എൻഡ് സ്റ്റിഫ്നറുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അറിഞ്ഞേക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുവാണ്. അതിൽ മെഷർമെൻറ്റ് നമ്മുടെ സ്പാൻ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. അതിന് വേണ്ടിയാണ് ഇതൊന്ന് ഞാൻ വരച്ചത്. അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേറ്റ് ഗിർഡേഴ്സിൻ്റെ ഡിസൈൻ എ വെൽഡഡ് പ്ലേറ്റ് ഗിർഡേഴ്സ് ഓഫ് സ്പാൻ 24 മീറ്റർ ടു ക്യാരി സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ഓഫ് 35 kN/m. അവോയ്ഡ് യൂസ് ഓഫ് ബിയറിംഗ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് സ്റ്റിഫ്നേഴ്സ്. യൂസ് Fe415 സ്റ്റീൽ. ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്ലേറ്റ് ഗിർഡേഴ്സ് ഡിസൈൻ ചെയ്യണം. എങ്ങനെയുള്ള വെൽഡഡ് ആയിട്ടുള്ള പ്ലേറ്റ് ഗിർഡേഴ്സ് ഡിസൈൻ ചെയ്യണം. സ്പാന് തന്നിട്ടുണ്ട് 24 മീറ്റർ. അതുപോലെ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് 35 kN/m തന്നിട്ടുണ്ട്. ഫാക്റ്റേഡ് ലോഡല്ല, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡാണ് തന്നേക്കുന്നത്. ബിയറിങ്ങും ഇൻ്റർമീഡിയറ്റ് സ്റ്റിഫ്നേഴ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Fe415 ഗ്രേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഗിവൺ ഡേറ്റ് എഴുതാം, ഫിഗർ വരയ്ക്കാം. അടുത്ത് നമുക്ക് മെയിൻ സ്റ്റെപ്പിലോട്ട് കിടക്കാം. സ്റ്റെപ്പ് 1 ലോഡ് കാൽക്കുലേഷൻ. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ 35 kN/m തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? ഫാക്റ്റേഡ് ലോഡ് ആക്കുക. ഫാക്റ്റേഡ് ലോഡ് ആക്കാൻ വേണ്ടി ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ആണ് 1.5. 1.5 × 35 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാക്റ്റേഡ് ലോഡ് കിട്ടും. അതിനുശേഷം ബീമിൻ്റെ സെൽഫ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലേറ്റ് ഗിർഡേഴ്സിൻ്റെ സെൽഫ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇംപിരിക്കൽ ഫോർമുലയുണ്ട്. സ്മോൾ w = ക്യാപിറ്റൽ W/200. ക്യാപിറ്റൽ W എന്ന് പറയുന്നത് നമുക്ക് കിലോ ന്യൂട്ടണിലാണ് കിട്ടേണ്ടത്. അപ്പോൾ കിലോ ന്യൂട്ടണിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഡബ്ല്യുവിനെ സ്പാൻ കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് കിലോ ന്യൂട്ടണിലോട്ട് കിട്ടും. ദെൻ ആ ഒരു ലോഡ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്താൽ മതി? ഈ ഇംപിരിക്കൽ ഫോർമുലയിൽ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഡബ്ല്യു സെൽഫ് വെയ്റ്റിൻ്റെ ആൻസർ കിട്ടും. സെൽഫ് വെയ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ലോഡാണ്. ടോട്ടൽ ലോഡ് കിട്ടാൻ വേണ്ടി സൂപ്പർ ഇമ്പോസ്ഡ് ലോഡും അതുപോലെ സെൽഫ് വെയ്റ്റും കൂടെ ആഡ് ചെയ്താൽ മതി. സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് എന്ന് വെച്ചാൽ ഫാക്റ്റേഡ് ആക്കിയ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്. നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ ലോഡ് കിട്ടും. ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പം നമ്മൾ W ആയിട്ടാണ് എടുത്തേക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ആ സ്റ്റെപ്പിന് വേറെ മാറ്റമൊന്നുമില്ല, മുന്നത്തെ സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത് ഇവിടെ. മാക്സിമം മൊമെൻറ്റ് ഞാൻ സിംപ്ലി ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ സിംപ്ലി സപ്പോർട്ട് എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. സോ WL²/8. W എന്ന് പറയുന്നത് 58.8 × 24² / 8. ആൻസർ 4233.6 kN/m എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് M ആണ് കിട്ടിയത് നമുക്ക്. അടുത്ത് V എനിക്ക് കണ്ടുപിടിക്കണം. മാക്സിമം ഷിയർ ഫോഴ്സ് WL/8 ആണ്. 58.8 × 24/2. ആൻസർ 705.6 kN എന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും. അടുത്ത സ്റ്റെപ്പിലോട്ട് നോക്കാം. എക്കണോമിക്കൽ ഡെപ്ത് ഓഫ് വെബ് പ്ലേറ്റ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം വരെ ഈ മൊഡ്യൂളിൽ കഴിഞ്ഞ പ്രോബ്ലം വരെ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു സെക്ഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഫ്ലാഞ്ചിൻ്റെയും വെബിൻ്റെ ഒക്കെ അതിൽ അഡോപ്റ്റ് ചെയ്യുന്നതിൽ കാണും. പക്ഷെ നമുക്കിപ്പോൾ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പ്ലേറ്റ് ഗിർഡേഴ്സിൻ്റെ നമ്മൾ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ സെക്ഷൻ്റെ വെബും ഫ്ലാഞ്ചും ഒക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ ഡെപ്ത് ഓഫ് വെബ് പ്ലേറ്റ്. വെബ് പ്ലേറ്റിൻ്റെ എക്കണോമിക്കൽ ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഒരു കാര്യം ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റിഫ്നെസ് ആർ നോട്ട് പ്രൊവൈഡഡ് പ്ലേറ്റ് ഗിർഡേഴ്സ് എന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റിഫ്നെസ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ് ഗിർഡേഴ്സ് ആണെങ്കിൽ സ്റ്റിഫ്നെസ്സിന് നമുക്ക് വലിയ പ്രിഫറൻസ് കൊടുക്കണ്ട അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ട. ഇനി നമുക്ക് കെയുടെ വാല്യൂ ഒക്കെ അറിഞ്ഞിരുന്നാലേ ഇനി മുന്നോട്ടുള്ള ഇക്വേഷൻസിൽ സെറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കെയുടെ നോക്കാം. കെയുടെ കണ്ടീഷൻ K = D/TW is less than or equal to 67 എപ്സിലോൺ. ഇതെന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം കണ്ടീഷനാണ്. നമ്മൾ ഈ സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് സെമി കോമ്പാക്റ്റ് ആണോ അല്ലെങ്കിൽ സെമി പ്ലാസ്റ്റിക് ആണോ ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. ഈ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടേബിളിൽ നിന്നാണ് എടുത്തത്. അതിന് 3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ കണ്ടീഷനാണ് ഈ K is less than or equal to 67 എപ്സിലോൺ എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് വേണോ വേണ്ടേ, അതുപോലെ ബക്ലിങ് വേണോ വേണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മുടെ കെയുടെ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ ആ കെയുടെ വാല്യൂയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമുക്കിതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എക്കണോമിക്കൽ ഡെപ്ത് ഡി ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എം കെ ബൈ എഫ് വൈ. അതിൽ കെ നമുക്ക് നോക്കാം. കെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, കെ ഈസ് ഈക്വൽ ടു ഡി ബൈ ടി ഡബ്ല്യു ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 67 എപ്സിലോൺ. കെ ഈക്വൽ ഓർ ലെസ് ദാൻ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡി ബൈ ടി ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു 67 എപ്സിലോൺ എന്ന് എഴുതിക്കൂടെ? എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു 67 ആണ്. കാരണം എപ്സിലോൺ നമുക്കറിയാം 1 ആണ്. അതിൻ്റെ ഇക്വേഷനും നമുക്ക് കോഡ് ബുക്കിൽ നിന്ന് തന്നെ എടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കെയുടെ വാല്യൂ കിട്ടി 67. ഇനി എം അറിയാലോ, എം എത്രയാണ്? 4233.6 യൂണിറ്റ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇൻറ്റു 10⁻6 കൂടെ വരും. എഫ് ഐയുടെ വാല്യൂ നമുക്കറിയാം. അറിയാമെങ്കിൽ അറിയാമെന്നുള്ള ചേഞ്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. എഫ് ഐ 250 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി നേരെ എക്കണോമിക്കൽ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എക്കണോമിക്കൽ ഡെപ്ത് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 4233.6 ഇൻറ്റു 10⁻6 ഇൻറ്റു 67 ഡിവൈഡഡ് ബൈ 250. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1043 mm. ഇതിനെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് 1000 ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 1050 ആയിട്ടും എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1000 mm ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എക്കണോമിക്കൽ ഡെപ്ത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് എഴുതാം, യൂസ് 1000 mm വെബ് പ്ലേറ്റ്സ്. ഞാൻ കൊടുക്കുന്ന വെബ് പ്ലേറ്റ്സിൻ്റെ ഡെപ്ത് എത്രയാണ്? 1000 mm ആണ്. ഈ വെബ് പ്ലേറ്റിൻ്റെ ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ഐ സെക്ഷൻ ഞാൻ എടുക്കുവാണ്. ഈ ഐ സെക്ഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാഞ്ചാണ്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഈ ഡെപ്താണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതാണ് ഡി. ഈ ഡി ആണ് നമ്മളെടുത്ത 1000 mm. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ തിക്നെസ് ആണ്. തിക്നെസ് ഓഫ് വെബ് അതെന്ന് പറഞ്ഞാൽ ടി ഡബ്ല്യു. ഈ ടി ഡബ്ല്യു നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യണം. തിക്നെസ് ഓഫ് വെബ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കണ്ടീഷൻ എടുക്കുന്നു. കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ബൈ ടി ഡബ്ല്യു. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് ടി ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്? ടി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ബൈ കെ. ഡി എന്ന് പറയുന്നത് നമ്മൾ 1000 ആണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. കെ എന്ന് പറയുന്നത് 67 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 14.92 mm എന്ന് കിട്ടും. ഞാൻ അതിനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 16 mm ആയിട്ട് എടുത്തു. ഓക്കെ, ടി ഡബ്ല്യു 16 mm ആയിട്ടാണ് എടുത്തത്. ഇത് ചെയ്ത് തന്നെ നോക്കുക. ചെയ്ത് നോക്കിയാലേ ആൻസറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ എഴുതുകയാണ്, എന്താണ്? സെലക്ട് തിക്നെസ് ഓഫ് വെബ് ടി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 16 mm. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെബിൻ്റെ സൈസ്, അല്ലെങ്കിൽ നമ്മൾ ഏരിയയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വെബിൻ്റെ സൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വെബ് പ്ലേറ്റ് ഈസ് ഈക്വൽ ടു, വെബ് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ എഴുതാം, 1000 mm ഇൻറ്റു 16 mm ആണ്. 1000 mm ഡി എം, 16 mm തിക്നെസ് ഓഫ് വെബ്. നമ്മളപ്പോൾ വെബ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഫ്ലാഞ്ച്. ഫ്ലാഞ്ച് സെലക്ട് ചെയ്യണം. അതെന്താണ്? നെഗ്ലക്റ്റിംഗ് മൊമെൻറ്റ് കപ്പാസിറ്റി ഓഫ് വെബ്. വെബിൻ്റെ മൊമെൻറ്റ് കപ്പാസിറ്റി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കാം. എ എഫ് എഫ് വൈ ഡി ബൈ 1.1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ഈ ഇക്വേഷനിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, അത് എ എഫ് ആണ്. അപ്പോൾ എ എഫ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. എ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി എ എഫ് ഇൻറ്റു എഫ് ഐ എന്ന് പറയുന്നത് 250 ആണ്. ഡി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 1000 ഇൻറ്റു 1.1 ഈസ് ഈക്വൽ ടു 4233.6 ഇൻറ്റു 10⁻6. അപ്പോൾ ഇതിൽ അൺനോൺ എ എഫ് അല്ലേ ഉള്ളൂ. ഡയറക്റ്റ് എ എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ ഏകദേശം ഈ ഒരു വാല്യൂ ആണ് വരുന്നത്. ഞാൻ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്താലേ പ്രോപ്പർ വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിലോ പോയിൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി വരാം ഈ പെട്ടെന്ന് എഴുതുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കാം. അടുത്ത് ഞാൻ ഈ സെക്ഷൻ എടുക്കുന്നത് പ്ലാസ്റ്റിക് സെക്ഷനായിട്ട് അസ്യൂം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് സെക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം പ്രീവിയസ് പ്രോബ്ലത്തിലൊക്കെ സെയിം സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പ്രീവിയസ് പ്രോബ്ലത്തിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്.